نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. شيل الله عبد القادر والمدد يا جيلاني باز الله أبا صالح يا صاحب البرهان. الله 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 أمدادك يا جيلاني نظرة جيلاني يا أنت الباز رباني أنت الغوث رباني شيخ القادر يا الله. അത്യാദരങ്ങൾ നിറഞ്ഞ ബാക്കവി ഉസ്താദ്, ബഹുമാന്യനായ യാസിർ സഖാഫി ഉസ്താദ്, മറ്റു പണ്ഡിതർ, മുതഅല്ലിമുകൾ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇവിടെ സൗകര്യമില്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങോട്ട് ഇരിക്കണം. ആരും തിക്കും തിരക്കും കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വിശുദ്ധമായ സദസ്സ് പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ക്ലാസ്സിന് പറ്റിയ ടൈമാണെന്ന് ഞാൻ കരുതുന്നില്ല അല്ലെ. ഒരുപാട് നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഓരോന്ന് പറയിപ്പിക്കാൻ പറ്റിയൊരു ടൈമൊന്നുമല്ല. നോമ്പൊക്കെ പിടിച്ച് ആകെ ടയേർഡാണ്, ചൂടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ മഹ്ശറിലെ നൃത്തം അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഖുർആൻ കോൺഫറൻസ് ഒരിക്കല് ജർമ്മനിലെ ബെർലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ തീവണ്ടിയിൽ കയറാൻ, ട്രെയിനിൽ കയറാൻ. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര നിരാശയുണ്ട്. കാരണം താൻ എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ എയിം എവിടെയാണ്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുന്നുണ്ട്, മോളെ, ഒരാളുടെയും മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ, ആരും ചിരിക്കുന്നില്ല, സന്തോഷങ്ങൾ പങ്കുവെക്കുന്നില്ല, എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആണ്. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള കാരണം? അതിങ്ങനെ അന്വേഷിക്കുകയാണ് അദ്ദേഹം, പക്ഷെ കണ്ടെത്തുന്നില്ല. ആരോ അദ്ദേഹത്തോട് മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി പ്രിയപ്പെട്ടവളോട് പിന്നെയും പറയുന്നുണ്ട്, മോളെ, നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ലല്ലോ, എന്തിനാണ് ഈ മനുഷ്യന്മാർക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത്? ഒരു ആൻസർ കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫുഡ് ഡെലിവറി ചെയ്ത ഒരു പേപ്പർ അവിടെ കാണുന്നത്, ന്യൂസ് പേപ്പർ. അതിനകത്ത് രണ്ട് വരികളുണ്ടായിരുന്നു. ആ വരികള് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുറിലെ രണ്ട് വരികളാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. എങ്ങോട്ടായി മനുഷ്യന്മാരെ ഓടിക്കൊണ്ടിരിക്കുന്നേ? ഇവര് പെരുമ നടിച്ച്, അഹങ്കാരം നടിച്ച് എങ്ങോട്ടായി ഓടുന്നേ? പള്ളിക്കാട് വരെ, തന്നെ സിയാറത്ത് ചെയ്യപ്പെടുന്നത് വരെ, താൻ ഖബറിലേക്ക് കുഴിച്ചിടപ്പെടുന്നത് വരെയാണ് ഇവന്റെ ഓട്ടം. എന്റെ ഉത്തരം കിട്ടുകയാണ്. ഞാൻ തേടി നടന്ന ചോദ്യത്തിനുള്ള ആൻസർ എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേര് ലിയോപോൾ വെയ്സ് എന്നായിരുന്നു. അദ്ദേഹം ആ ഒരു രണ്ട് വരികളിലൂടെ ഖുർആൻ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ലിയോപോൾ വെയ്സ് പിന്നീട് മുഹമ്മദ് അൽ അസദായി മാറി. അദ്ദേഹത്തിന്റെ ദ റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം മനോഹരമാണ്. വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക്, ഖുർആനിക സ്പർശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്നുള്ളതാണ്. ഖുർആൻ വശ്യ മനോഹരമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ
ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് പ്രത്യേകതയാണ് റമദാന് പറയാനുള്ളത്? ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. We can experience, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അല്ലേ? ഖുർആൻ കൊണ്ട് എനിക്ക് എന്ത് ആനന്ദമാണ് ഉണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. വല്ലാത്തൊരു അനുഭൂതിയാണ് ഖുർആൻ. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലത്തിന്റെ എന്തായിരുന്നു? ആ കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താ? ഖുർആൻ ഇറങ്ങുന്നതിന് മുൻപുള്ളത് ജാഹിലിയ കാലഘട്ടമായിരുന്നു അല്ലെ? എന്താ ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ജഹില് എന്ന് പറഞ്ഞ എന്താ? ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മള് വേർഡ് ബൈ അർത്ഥം വെക്കുകയാണെങ്കിൽ അറിവില്ലാത്ത കാലഘട്ടമായിരുന്നു എന്നാ. ശരിക്കും അങ്ങനെ അറിവില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരന്നുണ്ടായിരുന്നു, അറബ് ഭാഷയിൽ നിപുണന്മാരുണ്ടായിരുന്നു, വലിയ സാഹിത്യ പടുക്കൾ അന്നുണ്ടായിരുന്നു, എല്ലാവരും അന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് അവര് ജാഹിലീങ്ങളായി മാറിയത്? ഒരറിവ് അവർക്ക് കിട്ടിയില്ല. ആ അറിവാണ് ഖുർആൻ കൊടുത്തത്. അല്ലാഹ് എന്നറിവ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നറിവ്. ആ അറിവ് അവർക്ക് ലഭിക്കുന്നതിലൂടെ അവരാകെ സ്ഫുടം ചെയ്ത് എടുക്കപ്പെടുകയാണ്. അതാണ് ഖുർആനിന്റെ മാസ്മരികത എന്ന് പറയുന്നത്. ആ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അത് സ്ഫുടം ചെയ്യും എന്നുള്ളതാണ്. നമ്മള് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മള് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ മനസ്സൊരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്നത് എന്തുപയോഗിച്ചാണ്? നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ചോദിക്കുന്ന ആൻസർ പറയാം. കാണുന്നത് എന്തുപയോഗിച്ച? കണ്ണ്. കേൾക്കുന്നതോ? സംസാരിക്കുന്നത് നാവ് അല്ലേ? നമ്മൾ തോന്നുന്നതൊക്കെ, ഈ കണ്ണിന് തോന്നുന്നതൊക്കെ കണ്ണിന് കാണാൻ പറ്റുമോ? കണ്ണിന്റെ ഡ്യൂട്ടി എന്താ? കാണുക എന്നുള്ളതാണ്. ചെവിയുടെ ഡ്യൂട്ടി കേൾക്കലാണ്. നാവിന്റെ ഡ്യൂട്ടി തോന്നുന്നതൊക്കെ കാണാൻ കണ്ണിന് പറ്റുമോ? തോന്നുന്നതൊക്കെ കേൾക്കാൻ ചെവിക്ക് പറ്റുമോ? തോന്നുന്നതൊക്കെ സംസാരിക്കാൻ നാവിന് പറ്റുമോ? ആ നാവിനെയും കണ്ണിനെയും ചെവിയെയും നിയന്ത്രിക്കുന്നതാരാ? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ്. മനസ്സ് കൃത്യമായി ഇതിനെ നിയന്ത്രിക്കണം. മറ്റുള്ള അവയവങ്ങളാൽ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ മനുഷ്യൻ തോറ്റുപോകും. അപ്പൊ ആ മനസ്സിനെ കൃത്യതയിൽ നിർത്തുക എന്ന് പറയുന്ന അതിമനോഹരമായ ഡ്യൂട്ടിയാണ് എന്തിനുള്ളത്? വിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്ത് ബഖറയില് താലൂത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഫലമ്മാ ഫസല താലൂതു ബിൽ ജുനൂദ് ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്ത് കാണാം. താലൂത്ത് തന്റെ സൈന്യത്തിനെ കൊണ്ട് ഇങ്ങനെ യാത്ര പോവാൻ, ഒരു യുദ്ധത്തിന് പോകുമ്പോ താലൂത്ത് പറയുന്നുണ്ട്, മക്കളെ, നമ്മൾ വിശന്ന് തളർന്ന് ആകെ ദാഹിച്ച് വലഞ്ഞിട്ട് നമ്മൾ പോണേ. പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. മുമ്പില് നല്ല പുഴ വരും. ആ പുഴയിൽ നല്ല തിളങ്ങി കിടക്കുന്ന വെള്ളം ഉണ്ടാവും. കുടിക്കരുത്. കുടിക്കാത്തവർ എന്നിൽപ്പെട്ടവനാണ്. കുടിച്ചവർ എന്നിൽപ്പെട്ടവരല്ല, എന്റെ കൂടെ വരണ്ട. വേണമെങ്കിൽ ഒരു കുമ്പിൾ വേണമെങ്കിൽ കുടിക്കാം. വന്നു. പക്ഷേ ആ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ കുറച്ചാളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കുടിച്ചു. ആ വളരെ കുറച്ച് ആളുകൾ കുടിക്കാതെ നിന്നവരെ മാത്രം കൂട്ടി താലൂത്ത് യുദ്ധത്തിന് പോവാണ്. വലിയൊരു സൈന്യത്തോട് പടപൊരുതിയിട്ട് അവർ ജയിക്കുകയാണ്. ഈ കഥ അള്ളാഹ് എന്തിനാ നമുക്ക് പറഞ്ഞു തന്നറിയോ? എന്തിനാ നമുക്ക് പറഞ്ഞു തന്നെ? നിങ്ങൾ വളരെ ചെറിയ സമൂഹമാണെങ്കിലും, നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും, ദുർബലരാണെങ്കിലും, നിങ്ങൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഖുർആനികമായ കൺട്രോളിംഗ് പവർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന ബോധ്യമാണ്. അല്ലാഹു അത്തരത്തിൽ വിജയികളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് കഴിയാത്തവർ തോറ്റുപോകുമെന്നാണ്. അതിനുള്ള ഈമാൻ നമ്മൾ ആർജിച്ചെടുക്കണം. ഈമാൻ ഉണ്ടോ നമുക്ക്? ഈമാൻ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലാന്നോ? ഇപ്പൊ എന്റെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ട്. ഈ മൊബൈൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാം, മറ്റൊന്ന് എന്നെ ഇക്കിളിയാക്കാം. എന്നെ ഇക്കിളിയാക്കുമ്പോ എനിക്ക് ഇത്തിരി ഇക്കിളി കൂടുതലുള്ള ആളാ, മൊബൈൽ താഴെ വീടും, നിങ്ങൾക്ക് അത് എടുത്തോണ്ട് ഓടാം. ഇന്ന് നമ്മളെ ഇക്കിളിപ്പെടുത്തിയിട്ടാണ്, നമ്മളെ സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. അല്ലേ? നമ്മളെ വേദനിപ്പിച്ച് ഈമാൻ നഷ്ടപ്പെടുത്തല്ല, നമ്മളെ സന്തോഷിപ്പിച്ച് ഈമാൻ നഷ്ടപ്പെടുത്താൻ. ആടുജീവിതം എത്ര പേരുണ്ട്?
റമദാൻ മാസല്ലേ, അതിൽ വരുന്ന കമന്റ്സ് എന്തൊക്കെയാണ്? എന്റെ പൊന്നുസ്താദേ, ഒരു പ്രവാസിയുടെ കഥ, ഉമ്മത്തിന്റെ കഥ, നമ്മുടെ ഉമ്മത്തിന്റെ കഥയാണ്. ഏത് സിനിമയെ കാരണങ്ങൾ കണ്ടെത്താൻ സന്തോഷിപ്പിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാലഘട്ടം. ഖുർആനികമായ ഒരു ബാന്ധവം നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മുടെ ഈമാനിനെ അത് നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാനിന്റെ അർത്ഥം എന്താണ്? ഈമാന്റെ അർത്ഥം എന്താ? ഒരു ഉറങ്ങാനുള്ള ഈമാന്റെ അർത്ഥം എന്താണ്? കേട്ടില്ല. വിശ്വാസം ആണോ? ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസമാണോ? നമുക്കങ്ങനെ വേണമെങ്കിൽ അർത്ഥം പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈമാൻ എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, മാലക്കും, എന്താ മക്കൾ നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾക്ക് അല്ലാഹുവിനോടൊരു വഖാറത്ത് തോന്നുന്നില്ലേ? എന്താ ഈ വഖാറത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ മനസ്സിലാക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയാത്ത അതിമനോഹരമായ ഒരു പദമാണ് വഖാറത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ഭയാനകരമായ അല്ലെങ്കിൽ ഒരു ഗൗരവപരമായ ഒരു സ്വഭാവമുള്ള പദമാണ് വഖാറത്ത് എന്ന് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൽബിലുണ്ടാകുന്ന വഖാറത്താണ് ഈമാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടും തമ്മിൽ ചേർത്ത് വായിച്ചോക്കെ. ആ വഖാറത്ത് നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, അല്ലാഹുവിനോടുള്ള ഒരു വഖാറത്ത് നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, യഥാർത്ഥ ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ, ആ നിസ്കാരത്തിന് എന്തൊരു രുചിയാണ്, ആ പ്രവർത്തനങ്ങൾക്ക് എന്തൊരു രുചിയാണ്. അത്രമേൽ ഹൃദ്യമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഇബാദത്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ ആ ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ എത്ര ചീത്ത കേട്ടാലും എത്ര കളിയാക്കലുകൾ സഹിച്ചാലും അതൊന്നും ഒരു പ്രശ്നമാവൂല. ഉടൻ ശ്രദ്ധിച്ചല്ലേ, നിങ്ങൾ മുത്താലിമീങ്ങള് പിരിവിനൊക്കെ പോവാറുണ്ട് അല്ലേ? പോവാറുണ്ടോ ഇല്ലേ? ചീത്ത വിളി കേട്ട മുത്താലിമീങ്ങളുണ്ടോ? ഒന്ന് കൈവക്കോ. കളിയാക്കൽ കേട്ടവരുണ്ട്, പരിയാസം ഉണ്ടോ ഇല്ലേ? ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വീട്ടിൽ കഴിക്കാനില്ലാത്തത് കൊണ്ടല്ല നമ്മൾ പിരിവിനിറങ്ങിയത്, ദീനിന് വേണ്ടിയിട്ടാ. ആ ഈമാനികമായ ഊർജം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ പരിഹാസവും ഈ കുത്തുവാക്കുകളും നമുക്ക് ഫീൽ ചെയ്യോ? നവം മൈൻഡ് ചെയ്ത് നമ്മൾ നടക്കും. സയ്യിദുനാ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. എന്താ അയ്യൂബ് നബിയുടെ കഥ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ബൈബിളിൽ കാണാം 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു, 700 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, 300 അടിമകൾ ഉണ്ടായിരുന്നു, 7 ആൺമക്കൾ ഉണ്ടായിരുന്നു, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആർക്ക്? അയ്യൂബിന്. ബൈബിളിൽ പറയാണ് ഇതെല്ലാം നശിച്ചു. ഒരു മനുഷ്യൻ എന്തെല്ലാം ബുദ്ധിമുട്ട് വരാൻ പറ്റുമോ അതൊക്കെ വന്നിട്ടുണ്ട് സയ്യിദുനാ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. പരാതി ഉണ്ടായിരുന്നു അയ്യൂബിന്? പരാതി ഉണ്ടായിരുന്നു? അള്ളാനെ കുറ്റപ്പെടുത്തിയോ? അത്ര വലിയ പീഡപർവ്വത്തിൽ നിൽക്കുമ്പോഴും പറഞ്ഞെന്താ? എന്നെ പ്രയാസം ഒന്ന് സ്പർശിച്ചിട്ടുണ്ട്. ഏത്? എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക് അള്ളാനെ കുറ്റപ്പെടുത്തണം. നമ്മളിത് വായിക്കണം, നമ്മൾ ഈ ഖുർആനിക വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണം. എല്ലാ സ്വത്തും ജീവിതവും ശാരീരികവും മാനസികവുമായി എത്ര വലിയ പ്രയാസം നേരിടുന്ന ഒരു മനുഷ്യൻ പറയാ, എന്നെ പ്രയാസം ഒന്ന് തൊട്ടിട്ടുണ്ടല്ല, എന്നാലും നീ കാരുണ്യവാനാണെന്നല്ല, കരുണ ചെയ്യുന്നവരിൽ വെച്ച് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ് അല്ലാഹ്. സയ്യിദുനാ നബിയുല്ലാഹി അയ്യൂബ്. ഇതാണ് ഈമാൻ. ഇതാണ് ആദർശപരമായ ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം, ബൈബിളിൽ കാണാം അബ്രഹാമിന് പുത്രൻ ജനിക്കുന്നത് 70 വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന്. 70 വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന്. 70 വയസ്സ് വരെ കാത്തിരുന്നിട്ട് ഒരു കുട്ടിയെ കിട്ടാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കുട്ടി ജനിച്ച ഉടനെ കയ്യിലേക്ക് ശരിക്കൊന്ന് താലോലിക്കാൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ പറയാം മക്കത്തേക്ക് പറഞ്ഞേക്കണം. ഭാര്യ പ്രസവിച്ച ഉടനെ ഗൾഫിലേക്ക് പോയ പ്രവാസികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അതിന്റെ വേദന എത്രയാണ്. പക്ഷെ അപ്പോഴും വീട്ടിലെ കുടുംബക്കാരോടൊപ്പമാണ് കുട്ടി. പക്ഷെ ഇതങ്ങനെയല്ല, ആരുമില്ലാത്തൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കാൻ പറയാണ് കുഞ്ഞിനെ. അവിടെ കൊണ്ടുപോയി ആക്കി. ബാപ്പയും മകനും തമ്മിൽ അകന്നു, സ്നേഹം കൂടുകയാണ്. അടുത്ത് നിൽക്കുന്നതിനേക്കാളും അകന്ന് നിൽക്കുമ്പോ സ്നേഹം വല്ലാതെ ഇങ്ങനെ കൂടും. സ്നേഹം കൂടി മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോ ആ കുഞ്ഞുമോനെ അറുക്കാൻ പറയാണ് ആര്? റബ്ബുൽ ആലമീൻ. ഈ നുബുവത്തൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഖലീലുള്ളാഹ് എന്ന് പറഞ്ഞ പദവിയൊക്കെ ഉപേക്ഷിക്കാൻ, ഇതൊക്കെ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ കുട്ടിയെ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം? ഇറങ്ങിയോ? ഈ സ്വബ്ർ എന്ന് പറയാതെ സ്വബ്റിന്റെ നിർവചനം എന്താണെന്ന് കാണിച്ചു തരികയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സ്വബ്ർ എന്ന് പറഞ്ഞാൽ എന്താ?
എന്താ വെറുതെ പറയാൻ പറ്റുന്ന അർത്ഥം. സബർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയാണ്. അത് സങ്കടം വരുമ്പോഴോ വേദനയുള്ളപ്പോഴോ മാത്രമല്ല, സന്തോഷത്തിലും അഖില നിഖില മേഖലകളിലും ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി എന്താണ്? സബറാണ്. ആ സബറിന്റെ മൂർത്തിഭാവമാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. അതായത് ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ കഴിയണമെങ്കിൽ അവനിൽ എന്ത് വേണമെന്നാണ്? സബർ വേണമെന്നാണ്. ഒരാളെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ. ഇപ്പൊ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് മുഅ്മിന്റെ ക്ഷീണമാണ്, മനസ്സിലാവും. സയ്യിദുനാ റസൂലുള്ളാഹ് ബദറിന്റെ രണാങ്കണത്തിൽ സവാദിന്റെ കഥയൊക്കെ നമ്മൾ പറയാറില്ലേ? റളിയല്ലാഹു അൻഹു. ബദറിൻ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സഹാബത്തും പടക്കോരുങ്ങി, നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. മനോഹരമായി നമ്മൾ പാടാറുണ്ട് അല്ലേ? ബദറിൻ രണാങ്കണ ധ്വനി മുഴങ്ങി. ബദറിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് സഫ് സഫായിട്ട് സ്വഹാബത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ സഫ് ഒന്ന് തെറ്റുന്നത് കാണുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹ്. ആ വരികൾ നമുക്ക് ഏറെ പരിചിതമാണ് അല്ലേ? ദൂതർ തിരു കയ്യിൽ ഇരിക്കും ദണ്ടാൽ, പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി, ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ. സവാദ് റളിയല്ലാഹുവിനോട് പറയണെന്താ? ഒന്ന് സഫ് കീപ്പ് ചെയ്ത് നിൽക്ക് സവാദ് എന്ന് പറഞ്ഞിട്ട് വടി കൊണ്ടൊന്ന് പതിയെ ഒന്ന് തട്ടിക്കൊടുക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. പാടാൻ പറ്റണില്ല, മോണിറ്റർ ഇല്ലാത്തതിന്റെ പ്രശ്നം. നിങ്ങൾ ക്ലിയർ അല്ലേ? അല്ലേ? സവാദ് റളിയല്ലാഹു അൻഹു സഫ് ക്ലിയർ ആക്കാൻ പറഞ്ഞപ്പോ സവാദിന്റെ മുഖം ഒന്ന് വാടി. നബിയെ, എനിക്ക് പ്രയാസമുണ്ട്. എന്താണ് സവാദിന്റെ പ്രയാസം? അതായത് മുഹമ്മദ് മുസ്തഫയുടെ സബറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ സബർ വേണം എന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. സവാദ് പറയണെന്താ? നബിയെ, എന്നെ അങ്ങ് കുത്തി, എനിക്ക് വേദന എടുത്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചു കുത്തണം യാ റസൂലല്ലാഹ്. സ്വഹാബത്തിന്റെ മുഖമൊക്കെ ആകെ തല താഴ്ന്നു നിൽക്കുന്നത് പോലെ. ഉമറിന്റെ കയ്യിലെ വാളെടുത്ത് പിടിച്ചിട്ട് ഉമർ ചാടുന്നുണ്ട്. നബി, അവന്റെ തല ഞാൻ വെട്ടട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, വേണ്ട ഉമർ, സവാദ് പ്രതികാരം ചെയ്തോട്ടെ. പിന്നെ പറഞ്ഞ കാര്യം സഹാബത്തിനെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. എന്താണ്? നബിയെ, അങ്ങനെ കുത്തുമ്പോ എന്റെ ശരീരത്തിൽ ഖമീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഖമീസ് ഉയർത്തണം യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളുടെ തലയൽപ്പം ഒന്ന് താഴുന്നത് പോലെ. എന്നിട്ടും അനുവാദം കൊടുക്കുന്നുണ്ട്, സവാദ് കുത്തിക്കോളൂ. അവിടത്തെ കമീസ് ഒന്ന് പൊക്കി കൊടുക്കുമ്പോഴേക്ക് വടിയം കൊണ്ട് ഓടി വരുന്ന സവാദ് റളിയല്ലാഹു അൻഹു വടിയങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് സയ്യിദുനാ സവാദ്. ഈ സവാദിനെ മനസ്സിലാക്കാൻ ആർക്ക് പറ്റി? മുഹമ്മദുർ റസൂലുള്ളാഹ്. സബർ എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിനെ അറുക്കാൻ കത്തി വെക്കുമ്പോഴും ഇബ്രാഹിമിന്റെ മനസ്സിലുണ്ട് അലൈഹിസ്സലാം, എന്റെ റബ്ബ് എന്തോ ഒരു നന്മ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്തോ ഒരു നന്മ എനിക്ക് വരാനിരിപ്പുണ്ട് എന്നുള്ള ഒരു ഉദ്ദേശം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിലുണ്ടായിരുന്നു. ശരിയല്ലേ? ലോകത്ത് ഒരു പാപ്പയ്ക്കും മക്കൾ ഉപകരിക്കാത്തതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ അലൈഹി സ്വലാം ഉപകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വലിയൊരു ജനസഞ്ചയത്തിന് തന്നെ ഉപകരിച്ച മകനായി മാറിയ ആര്? സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. കണ്ടോ? ഇതിനാണ് സബർ എന്ന് പറയുന്നത്. നമ്മളിപ്പോ വരാനിരിക്കുന്ന ഒരു നന്മയെ മുൻകൂട്ടി കണ്ട് പിടിച്ചു നിർത്തൽ, സങ്കടത്തെ പിടിച്ചു നിർത്തലും കൂടെയാണ് സബർ എന്ന് പറയാ. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വീട്ടിലേക്ക്, നമ്മൾ മരണ വീട്ടിലേക്ക് കയറിച്ചില്ല, അയാൾ എന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുക? ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കരയല്ലേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആശ്വാസമാവും. എന്ത് പറയണം? എനിക്ക് തരാത്ത എന്തോ ഒരു നന്മ നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എനിക്ക് അല്ലാഹു ഉദ്ദേശിക്കാത്ത എന്തോ ഒരു നന്മ നിങ്ങളിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഫലം എന്താ? വജസാഹും ബിമാ സബറൂ ജന്നത്തുൻ
ജന്നതൻ വഹരീറാ. അങ്ങനെ സബ്ർ ചെയ്യുന്നവർക്ക്, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്. അല്ലാഹു ക്ഷമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ക്ഷമിക്കേണ്ടത് എപ്പോഴാ? സങ്കടത്തിൽ മാത്രമല്ല, സന്തോഷത്തിലും. സന്തോഷത്തിലാണ് കൂടുതൽ സബർ വേണ്ടി വരിക. കാരണം എന്താ? സന്തോഷത്തിലാണ് നമ്മൾ കൂടുതൽ തെറ്റിയ. നമ്മൾ ഒരുപാട് ജമാഅത്ത് നമുക്ക് മുടങ്ങിയിട്ടുണ്ടാവും, നിസ്കാരം മുടങ്ങിയിട്ടുണ്ടാവും. കൂടുതൽ എപ്പോഴാ? സന്തോഷത്തിന്റെ അവസരത്തിലാണ്, അല്ലേ? ആണല്ലേ? അപ്പൊ നമുക്കൊരു കുട്ടി ജനിച്ചു, നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് ഓടിച്ചില്ല, അപ്പോഴായിരിക്കും അവിടെ ജമാഅത്ത് നടക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യൂല, നമ്മൾ സന്തോഷം കൊണ്ട് ജമാഅത്ത് മാറ്റി. ഒരു കല്യാണ വീട്ടിൽ പോവാണ്, അവിടെ നല്ല ബിരിയാണി വിളമ്പിയിട്ടുണ്ട്, ഭയങ്കര സന്തോഷം, അപ്പുറത്ത് ജമാഅത്ത് അടക്കാൻ, നമ്മൾ മൈൻഡ് ചെയ്യൂല, നമ്മൾ ബിരിയാണിക്ക് സ്ഥാനം കൊടുക്കും. അപ്പൊ നമ്മൾ ഏത് നന്മയും മാറ്റി നിർത്തുന്നത് പലപ്പോഴും സന്തോഷത്തിന്റെ ആധിക്യത്തിലാണ്. അപ്പൊ സന്തോഷമുള്ളപ്പോഴാണെങ്കിലും സങ്കടമുള്ളപ്പോഴാണെങ്കിലും സബ്ർ വേണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഖുർആൻ വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. സൂറത്ത് തൗബയുടെ 24-ാമത്തെ ആയത്തിൽ 8 വിഭാഗങ്ങളെ കുറിച്ച് പടച്ചോൻ പറയുന്നുണ്ട്. അതില് സമ്പത്തുണ്ട്, നമ്മുടെ കച്ചവടമുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, മക്കളുണ്ട്, ഇണകളുണ്ട്, സന്താനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ടൊരു ചോദ്യമുണ്ട്. ആ ബോധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇവരെ വേണോ അള്ളാനെ വേണോ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചത് ഈ 8-ൽ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലേ? നമ്മൾ അങ്ങനെയാണെന്ന് സൂറത്തുൽ ആദിയാത്ത് നിങ്ങൾ നോക്ക്. വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅതർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഒരു കുതിരയെ കുറിച്ച് പറയാൻ. പ്രഭാത സമയത്ത് എഴുന്നേറ്റിട്ട് തന്റെ മുതലാളിക്ക് വേണ്ടി ഓടുന്ന ഒരു കുതിര ഭയങ്കര സ്പീഡിൽ ഓടാൻ, പൊടി പറത്തിക്കൊണ്ട് ഓടാൻ. ഓടിച്ചെന്ന് ഒരു യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ, സൈന്യത്തിന്റെ ഇടയിൽ പോയി നിൽക്കുന്ന ഒരു കുതിര. എന്നിട്ട് പറയുന്നത് കുതിരയെ കുറിച്ചല്ല, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്മാരൊക്കെ പടച്ചവനോട് നന്ദിയില്ലാത്തവരാണ്. ഈ കുതിരയുടെ നന്ദി പോലും മനുഷ്യനില്ലല്ലോ എന്ന ബോധ്യം ആദിയാത്ത് ഓതിയൊരു മനുഷ്യന് മനസ്സിലാവും. അതായത് ഒരു സുബ്ഹി ഖളാ ആക്കുന്ന മനുഷ്യൻ സൂറത്തുൽ ആദിയാത്ത് ഓതുമ്പോൾ അവന്റെ ഹൃദയം പേടി കൊണ്ട് വിറയ്ക്കണം. ഖുർആൻ സന്തോഷം മാത്രമല്ല, താക്കീതും കൂടെയാണ്. പേടി കൊണ്ട് അവന്റെ മനസ്സിങ്ങനെ പിടയ്ക്കണം. കാരണം എനിക്ക് വെള്ളം തരുന്ന, വായു തരുന്ന, ഭക്ഷണം തരുന്ന, ഷെൽട്ടർ തരുന്ന, കുടുംബം തന്ന, മക്കളെ തന്ന, എല്ലാം തന്ന റബ്ബുൽ ആലമീൻ സുബ്ഹി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത കുതിര പോലും അതിന്റെ ഉടമയെ അനുസരിക്കുമ്പോ ഞാൻ എത്രത്തോളം എന്റെ റബ്ബിന്റെ മുമ്പിൽ കീഴ്പ്പെടണമെന്ന ആ ബോധ്യത്തിലേക്ക് മനുഷ്യൻ വരണമെന്ന അധ്യാപനമാണ്. യാ അല്ലാഹ്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുക്കുന്ന സമയത ആർക്കെങ്കിലും അറിയോ? ഏറ്റവും കൂടുതൽ നമുക്ക് അള്ളാഹിനോട് അടുക്കാൻ പറ്റിയ സമയത എപ്പോഴാ? കേൾക്കുന്നില്ല. സുബീക്കാണ്, രാത്രിയുടെ അവസാന യാമത്തിലാണ്, അല്ലേ? തഹജ്ജുദിന്റെ സമയം. ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ച് എത്ര പേര്? ഐ മാഷാ, നാണം വരുന്നില്ല നമുക്ക്, അല്ലേ? കുഞ്ഞുമക്കളെ കൈവെക്കണം. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ തഹജ്ജുദിന്റെ വേളയിൽ എന്നോട് ചോദിക്കുന്നതെല്ലാം ഞാൻ തരാൻ തയ്യാറാണ്. എന്നോട് പാപമോചനം തേടിയാൽ അത് തരാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കായി കാത്തിരിക്കുന്ന നിമിഷത്തിൽ പോലും അള്ളാനെ തേടി നമ്മൾ പോകാത്തവരാണെങ്കിൽ ആ കുതിരയോളം, അല്ലേ, നമ്മളെക്കാളും മേലെയാണ് ആദിയാത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ കുതിരയെന്ന്, അല്ലേ? അള്ളാഹുവുമായി ദൃഢമായ ബന്ധം നമുക്ക് വേണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുസ്തകം ഞാൻ ഈ അടുത്ത് വായിച്ചു. അതിന്റെ പേര് ഇൻ ദ ഏർലി അവേഴ്സ് എന്നാണ്. ഇൻ ദ ഏർലി അവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഭാഷ പുലർക്കാല വേളയിൽ എന്നാണ്. പുലർക്കാല വേളയിൽ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ പേര് തന്നെ നല്ല ആപ്റ്റാണ്. പുലർക്കാല വേളയാണ് ഏറ്റവും കൂടുതൽ നാഥനിലേക്ക് അടുക്കാൻ കഴിയുന്ന മനോഹരമായ സമയം. എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന കുറെ ആളുകളുണ്ട്. കൗൺസിലിംഗ് സെഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഡിപ്രഷനിലേക്ക് പോയ, സ്ട്രെസ് അനുഭവിക്കുന്ന കുറെ ആളുകൾ വരാറുണ്ട് കൗൺസിലിങ്ങിന്. അപ്പൊ ഞാൻ അവർക്ക് ഇസ്ലാമികപരമായി എന്തെങ്കിലുമൊക്കെ ഒരു റെമഡി വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചില ഘട്ടങ്ങളിൽ അവർക്ക് ആരും ഉണ്ടാവില്ല ഒന്ന് പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങൾ പറയാം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ അള്ളാഹിനോട് നിങ്ങളൊന്ന് സംസാരിച്ചു. നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ ആ പ്രഭാത വേളയിൽ
രാത്രിയുടെ അന്ത്യയാമത്തിൽ ആരാരും കാണാതെ നാഥനായ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു നോക്ക്. ഒരു ഡിപ്രഷനും നിങ്ങളെ ബാധിക്കില്ല, ഒരു സ്ട്രെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്ന് റബ്ബ് നമ്മിലേക്ക് കൂടുതൽ അടുത്തു വരുന്ന സമയം ഉപയോഗപ്പെടുത്താൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉണ്ട് റബ്ബ്. അതായത് നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തനിച്ചല്ല എന്ന് തോന്നൂലേ? അല്ലേ? എന്റെ കൂടെ ഒരാളുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നിടത്തുനിന്ന് ഞാൻ പിന്നെ അനാഥനല്ല, സനാതനാണ്. എന്റെ കണ്ടനാടിയേക്കാൾ അടുത്താണ് റബ്ബ്. അവന്റെ സഹായം അത്ര അടുത്താണ്. ആ റബ്ബിനെ ഞാൻ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഞാൻ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല. എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എത്തുമ്പോ എത്ര മനോഹരമായി തീരും എന്റെ ജീവിതം എന്നുള്ളതാണ്. നമ്മുടെ മഞ്ചേരിയിലുള്ള ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ കിഡ്നി പേഷ്യന്റ്, 2 കിഡ്നിയും ഫെയിലിയറാണ്. ഡോക്ടർ പറഞ്ഞു മസ്റ്റായിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ മരിച്ചു. അപ്പൊ ഇവര് വിദേശ രാജ്യത്താണുള്ളത്, നാട്ടിലേക്ക് എത്തിയിട്ട് വേണം സർജറി ചെയ്യാൻ. അപ്പൊ ഭാര്യക്കൊരാഗ്രഹം, എനിക്കൊന്ന് ഉംറ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനിയൊരു ഉംറയ്ക്ക് എനിക്ക് സ്കോപ്പ് ഉണ്ടായില്ലെങ്കിലോ, ഈ സർജറിയിൽ ഞാൻ മരിച്ചു പോയാലോ എന്നാണ്. അങ്ങനെ ഉംറക്ക് പോയി. എന്താ ഉംറ എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥനയാണ്. എന്താ നിസ്കാരം? പ്രാർത്ഥനയാണ്. എന്താ സ്വലാത്ത്? പ്രാർത്ഥനയാണ്. എന്താ മൗലിദ്? പ്രാർത്ഥനയാണ്. എന്താ റാത്തീബ്? പ്രാർത്ഥനയാണ്. എന്താ സിയാറത്ത്? പ്രാർത്ഥനയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഓരോരോ ഉപാധികളാണ് അതെല്ലാം ദുആയാണ്. അങ്ങനെ അവർ ഉംറ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. നാട്ടിലെത്തി കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യണം. ഡയഗ്നോസ് ചെയ്തു. What a miracle! എന്തൊരു അത്ഭുതമാണ്. കിഡ്നികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണോ? ഇത് സൗദിയിലെ വലിയൊരു ഹോസ്പിറ്റലിലെ അതിവിദഗ്ധനായ ഒരു ഡോക്ടറാണ് പറഞ്ഞത്, കിഡ്നി രണ്ടും തകരാറിലാണ്, ട്രാൻസ്പ്ലാന്റേഷൻ മസ്റ്റ് ആണ്. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ഒരു മിറാക്കിൾ, ഇതൊരു അത്ഭുതമാണ്, കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ നിങ്ങൾ ചെയ്തത്? ഒന്നുമില്ല, ഒന്ന് ഉംറക്ക് പോയി, നാഥന്റെ മുമ്പിൽ വീണൊന്ന് പൊട്ടിക്കരഞ്ഞു. തഹജ്ജുദിന്റെ വേളയിൽ അങ്ങ് മദീനയിൽ നിന്നപ്പോഴും ആരംഭപ്പൂവിന്റെ ഹദ്റത്തിൽ വെച്ച് ഞാൻ അല്ലാഹനെ ഇങ്ങനെ വിളിച്ചു. റബ്ബന്റെ വിളി കേട്ടു. റബ്ബന്റെ വിളി കേട്ടു. ആ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോ ആ അവസരങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ പിന്നെ എന്തിനു കൊള്ളാം? ആ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് അവന്റെ ഖുർആൻ എന്ന് പറയുന്നത്. അവന്റെ ഖുർആൻ എന്ന് പറയുന്നത് ദുആ കൊണ്ട് പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്, അല്ലേ? തീയിന്റെ സ്വഭാവം എന്താ? തീയിന്റെ സ്വഭാവം എന്താ? കൈ പൊള്ളലേറ്റ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തില്? പൊള്ളിയിട്ടുണ്ടല്ലേ മക്കൾക്ക്, അല്ലേ? അല്ലേ? എങ്ങനെ പൊള്ളിയത്? എങ്ങനെ പൊള്ളിയത്? പൊള്ളിയപ്പോ ചൂടായിരുന്നു, തണുപ്പായിരുന്നു? വേദന എടുത്തോ അല്ലെങ്കിൽ തണുപ്പായിരുന്നു? വേദന എടുത്തോ? തണുപ്പുണ്ടായിരുന്നു? തീയുടെ സ്വഭാവം അങ്ങനെയാണ്, കരിച്ചു കളയലാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അർത്ഥനക്ക് മുമ്പിൽ തീയുടെ സ്വഭാവം പടച്ചോനങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് തണുപ്പാക്കി മാറ്റി. ഇന്ന് നമ്മൾ ബീച്ചിൽ പോയവരൊക്കെ, ബീച്ച് കാണാൻ പോയിട്ടുണ്ടോ? ബീച്ചിൽ പോയിട്ടുണ്ടോ? ഏതൊക്കെ ബീച്ചിലാണ് പോയേക്കണേ? ഒരു ബീച്ചിന്റെ പേര് പറഞ്ഞു. കാപ്പാട് ബീച്ചിലോ? കേട്ടില്ല? മാഷാ, ഒരുപാട് ബീച്ചുണ്ട്. ഇന്ന് വരെ നിങ്ങൾ ബീച്ചിലേക്ക് നടന്നു പോയപ്പോ 2 സൈഡിലേക്ക് കടല് മാറിയിട്ട് മക്കളെ നടന്നോ നടുക്കടലിലേക്ക് എന്ന് പറഞ്ഞ് കടല് മാറി തന്നിട്ടുണ്ടോ? മൂസാ നബിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അള്ളാഹു കടലിനെ 2 സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, ഈമാനിന് കഴിയും, തഖ്വക്ക് കഴിയും. അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമായി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ മിറാക്കിൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും എന്നത് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹു അത് ബോധ്യപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ എന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകള്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്, നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകള് 14 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. നല്ല സമ്പന്നരാണ്, കാക്കനാട് താമസിക്കുന്നവരല്ല, മറ്റൊരു സ്ഥലത്ത്. അങ്ങനെ അതിസമ്പന്നരാണ്, നല്ല സമ്പാദ്യമൊക്കെ കയ്യിലുണ്ട്. ഇവര് മക്കള് 14 കൊല്ലമായിട്ട് മക്കളില്ല. ഒരുപാട് ചികിത്സ നടത്തി, ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. ഈ ഹോസ്പിറ്റലുകളിൽ പോകുന്നതിനിടയിൽ കച്ചവടമൊക്കെ മറന്നു, ലാസ്റ്റ് എല്ലാം പൊട്ടിപ്പാളീസായി, ഒന്നുമില്ല കയ്യിൽ. അവസാനം അവർ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? പുള്ളിയോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാല് നിസ്കാരത്തിൽ കിടന്നങ്ങ് പൊട്ടിക്കരഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തി. ആ സമയം ഞങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്തു. ഇന്ന് എനിക്ക് 3 മക്കളുണ്ട്. ഇന്നെനിക്ക് 3 മക്കളുണ്ട്.
അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് നമ്മൾ അടുത്താൽ പടച്ചവൻ നമ്മളിലേക്ക് ഓടി വരുന്നല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ഖുർആനിലേക്ക് നമ്മൾ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ഖുർആൻ ഒരു മിററായി തോന്നും, ഒരു കണ്ണാടി പോലെ. ഞാൻ ആരാണെന്ന് ഖുർആൻ കാണിച്ചു തരും. എന്നിൽ എന്തെല്ലാം, ഇപ്പൊ നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ മേത്ത് എന്തൊക്കെ അഴുക്കുണ്ട് എന്ന് കണ്ണാടി കാണിച്ചു തരൂലേ? ഇതുപോലെ ഖുർആൻ ഓതുമ്പോ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്നിൽ എന്തെല്ലാം അഴുക്കുകൾ ഉണ്ട് എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരും എന്നുള്ളതാണ്. സുബ്ഹാനക യാ റബ്ബ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടണം. സങ്കടം വരുമ്പോൾ മാത്രമാണ് പലരും ദ്വാരക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദ്വായിന് ഉത്തരം കിട്ടാത്തതെന്നറിയോ? ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാ? നമ്മൾ സങ്കടം വരുമ്പോൾ മാത്രം ദ്വാരക്കുന്നുണ്ടാണ് അല്ലേ? സന്തോഷത്തിലും സന്താപത്തിലും എപ്പോഴും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ്. അവരുടെ ചോദ്യത്തിന് ഉടൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉത്തരം കൊടുക്കും അല്ലേ? എപ്പോഴും ദുആ ചെയ്യാം, എപ്പോഴും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാം. നമുക്കൊരു മൗലിദ് വീട്ടിൽ നടത്തണമെങ്കിൽ റബീഉൽ അവ്വൽ വരണം, ഒരു റാത്തീബ് നടത്തണമെങ്കിൽ ഏത് മാസം വരണം? റബീഉൽ ആഖിർ വരണം. അല്ലാതെ ഓരോ മാസവും ഓരോ ആഴ്ചയിലും നാട്ടുകാരൊക്കെ വിളിക്കണമെന്നില്ല. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നിരുന്ന് അള്ളാഹുവിനെ, അവന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്ന മനോഹരമായ സദസ്സുകൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ വിളിക്കുന്ന വിളി ആ സെക്കൻഡിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉത്തരം ചെയ്യുന്ന വിളിയായി മാറും എന്നുള്ളത് അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സബറിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ 93 സ്ഥലങ്ങളിലായി 103 ഇടങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സബറിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ആ സബർ കൃത്യമാണെങ്കിൽ നമ്മളിൽ ഈമാൻ പരിപൂർണമാകും എന്നുള്ളതാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു ദൈവനിഷേധിയായ അല്ലെങ്കിൽ യുക്തിവാദിയായ ഒരു മനുഷ്യനുണ്ട്, KEN. നിങ്ങളറിയില്ലേ KEN? കുഞ്ഞാമതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാണെങ്കിൽ KEN കേട്ടിട്ടില്ലേ? വായന പോരാട്ടോ. KEN ആരാണ്? അപ്പോ ഇവിടെ ശ്രദ്ധിക്കും. യുക്തിവാദിയായ KEN എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്, ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സമാധാനം കിട്ടാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ദൈവമില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടാറുണ്ടോ? സാധാരണ എല്ലാ ചോദ്യത്തിനും ചാടി ആൻസർ പറയുന്ന ആളാണ് KEN. ഇതിന് അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുന്നില്ല. കുറച്ചേരം ഇങ്ങനെ സൈലന്റ് ആയിരുന്നു. എന്നിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ദൈവം ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരിക്കലും സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായ 2 അനുഭവങ്ങൾ ഞാൻ പറയാം. എന്റെ ഒരു കൂട്ടുകാരൻ, അത് KEN പറയാണ്, എന്റെ ഒരു സുഹൃത്ത് നാദാപുരത്തുകാരൻ സൂപ്പി മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കുട്ടി പുഴയിൽ വീണ് മരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട്. കുട്ടി മരണപ്പെട്ട് കിടക്കുന്നു, സൂപ്പി മാഷ് അവിടെ നിൽക്കുന്നുണ്ട്. ചേർത്ത ആ മനുഷ്യനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാനൊന്ന് വെമ്പിപ്പോയി. കാരണം ചെറിയ കുട്ടിയല്ലേ, ഇവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയാൻ സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ ഒരു സ്വർഗമുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് പറയാൻ അങ്ങനെ ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയും? അക്ഷരമില്ലാതെ ഞാൻ നിന്നുപോയ ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അതത്രേ. അദ്ദേഹം മറ്റൊരവസരം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു, മെനിനോ ഫ്രൂട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ മകന്റെ പേര്. സംഭവം മലയാളിയാണെങ്കിലും ഒരു മതത്തിലും പെട്ട ആളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മെനിനോ ഫ്രൂട്ടോ എന്ന് പേരിട്ടു. കുട്ടി വാഹനത്തിൽ നിന്ന് വീണു, തലക്ക് പരിക്കേറ്റു, ICUവിൽ അഡ്മിറ്റ് ആണ്. ICUവിൽ എന്റെ മകൻ ഇങ്ങനെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ എന്നെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, KEN വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആ വാക്കുകൾ എന്നെ വല്ലാതെ സമാധാനിപ്പിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുങ്ങള്. ദൈവനിഷേധിയെപ്പോലും, ആ ദൈവനിഷേധിക്ക് പോലും സമാധാനം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ചുവയുള്ള വാക്കുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. കാൾ മാക്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആരാണ് കാൾ മാക്സ്? അദ്ദേഹത്തിന്റെ ഒരുപാട് വാദങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടാകാം. പക്ഷേ ഗഹനമായ വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ് കാൾ മാക്സ്. അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായിരുന്നു, മുഷ് എന്നാണ് ആ കുട്ടി അദ്ദേഹം വിളിച്ചിരുന്നത്.
ക്യാൻസർ ബാധിച്ച് ചെറുപ്പത്തിൽ മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഈ വലിയ ഗ്രന്ഥങ്ങളിലെ അരവരി പോലും എന്നെ സമാധാനിപ്പിച്ചിട്ടില്ല. അരവരി പോലും എന്നെ സമാധാനിപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ ആ വിഷയത്തിൽ എന്തൊരു ഹാപ്പിയാണ് അല്ലേ അല്ലേ? എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നമുക്ക് താങ്ങായി തണലായി റബ്ബുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലേ? ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലേ സൂറത്തുൽ ഹദീദിൽ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹാ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ ഇങ്ങനെ മനോഹരമായി പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഞാൻ മുൻപേ രേഖപ്പെടുത്തിയതാണ്. എന്തിനാ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചെന്നറിയോ? എന്തിനാ രേഖപ്പെടുത്തിയത്? നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്? നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കാനാണ്. മലപ്പുറത്തുകാരനായ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഉസ്താദ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു വന്നു, ഒരു ആക്സിഡന്റിൽ മരിക്കുന്ന. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ അലറിക്കരഞ്ഞു പോയി ഉസ്താദിന്, അലറിക്കരഞ്ഞു പോയി. ചെറിയ കുട്ടിയാണ്, ഒരു പ്രതീക്ഷ ആ കുട്ടിയിലുണ്ടായിരുന്നു. വരുന്നവരൊക്കെ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ അലറിക്കറിയാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ ഉസ്താദ്, എന്നെ പഠിപ്പിച്ച ഉസ്താദ് അങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് എന്നെ വിളിച്ചു, കുഞ്ഞോനെ. എന്നെ കുഞ്ഞോനെ എന്നാ വിളിക്കാം. കുഞ്ഞോനെ, എന്തിനെങ്ങനെ കരയണേ? കയ്യിൽ ഖുർആനല്ലേ, നീ സൂറത്തുൽ ഹദീദ് ഒന്ന് മറിക്ക്, 22-ാമത്തെ ആയത്തൊന്ന് എടുക്ക്, എന്നിട്ടൊന്ന് ഓതിയേ. അതോതി. അതിന്റെ ആശയത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നപ്പോ ഞാൻ ആ കരച്ചിൽ അവിടെ നിർത്തി. എന്റെ റബ്ബ് വിധിക്കാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്റെ റബ്ബ് മുൻപേ കാലേ കൂട്ടി എഴുതി വെക്കാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? എന്തിനാ അല്ലാഹ് അങ്ങനെ എഴുതി വെച്ചത്? വിപത്തുകൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അലറിപ്പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിലവിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പ്രയാസമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അള്ളാഹ് അങ്ങനെയൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാ? നമ്മൾ നരകത്തിൽ പോണതും സ്വർഗത്തിൽ പോണതൊക്കെ അള്ളാന്റെ തീരുമാനമല്ലേ? സംഭവം ശരിയാണെങ്കിലേ നമ്മുടെ ഇഖ്തിയാറിൽ അള്ളാഹു ഇടപെടൂല. അതായത് നന്മയെ തിരഞ്ഞെടുക്കാനും തിന്മയെ ഓപ്റ്റ് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ ഖളാ രണ്ട് തരമുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ ഒരു വേദിയല്ല. എന്നാലും ചെറിയ നിലക്കൊന്ന് സൂചിപ്പിക്കട്ടെ. നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ അബൂജഹലിന്റെ പാത സ്വീകരിച്ച് സിദ്ദീഖ് ആകാതിരിക്കാമായിരുന്നു. അബൂജഹലിന് വേണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പാത സ്വീകരിക്കാമായിരുന്നു അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ പാത സ്വീകരിക്കാത്തത് കൊണ്ട് സ്വർഗത്തിലേക്കും, അബൂജഹൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാത സ്വീകരിക്കാത്തതുകൊണ്ട് നരകത്തിലേക്കും പോയി. പോകാനുള്ള വഴികൾ അള്ളാഹു തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും എന്ത് സന്തോഷമുണ്ടായാലും അത് മിൻ ഇൻദില്ലാ, എന്റെ നാഥനിൽ നിന്നാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയായി തീരും എന്നുള്ളതാണ്. സൂറത്തുൽ ദുഹ നിങ്ങൾ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ടോ? എന്നൊക്കെ പറഞ്ഞു. സൂറത്തുൽ ദുഹ ഓതിയിട്ടുണ്ടോ? ഏതാ സൂറത്തുൽ ദുഹ? നിങ്ങൾ ഉറങ്ങിയോ? സൂറത്തുൽ ദുഹ ഏതാ? അല്ലേ? എന്താ സൂറത്തുൽ ദുഹ ഇറങ്ങാനുണ്ടായ സാഹചര്യം? അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് വിഷമിച്ചിരിക്കാൻ. കുറെ നാളായി വഹി വന്നിട്ട് ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടപ്പെട്ട് മുത്തുനബി ഇരിക്കുമ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വദ്ദുഹാ, ഈ പ്രഭാതം ഉണ്ടല്ലോ, ഇത് സത്യല്ലേ? പ്രഭാതം തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുൾമൂടിയ നിശബ്ദമായ രാത്രി തന്നെ സത്യം. ഈ പ്രഭാതവും രാത്രി ഇരുൾമൂടിയതാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ നാഥൻ അങ്ങയെ വേദനിപ്പിക്കില്ലട്ടോ നബിയെ, പ്രയാസപ്പെടുത്തില്ലട്ടോ നബിയെ. ഇത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, നമുക്കുണ്ട്. ഏതൊക്കെ നിയമങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടാലും, CAA ആകട്ടെ മറ്റേതെങ്കിലും പുതിയ നിയമങ്ങളാകട്ടെ, നിങ്ങളുടെ മേൽ എന്ത് അടിച്ചേൽപ്പിച്ചാലും വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നാഥൻ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാണ്. എന്തിനാ ടെൻഷൻ അടിക്കണേ? അതിനർത്ഥം എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മിണ്ടാതൊരു മൂലക്കിരുന്ന് ദിക്ർ ചൊല്ലണം എന്നല്ല. ഖുർആൻ പറയുന്നുണ്ട്, മാന്യമായ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം.
പ്രതിഷേധിക്കണം. മാന്യമായ രീതിയിൽ. മുസ്ലിമിന്റെ സഭ്യത വിട്ടുപോകുന്ന മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല. മാന്യമായ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് നിയമം അനുശാസിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. പക്ഷേ അല്ലാഹു നിങ്ങളെ കൈവിടൂല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. നബിയേ, ഇതിനേക്കാൾ നല്ലത് അങ്ങേക്ക് ആഖിറാണ് യാ റസൂലല്ലാഹ്. ആഖിറമ. നമുക്കും ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലത് ഏതാണ്? കേട്ടില്ല, ഏതാണ്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു തരും. സങ്കടപ്പെടേണ്ട നബിയെ. അള്ളാന്റെ ഹബീബിന്റെ തൃപ്തി എവിടെയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബിന്റെ തൃപ്തി എന്തിലായിരുന്നു? ഉമ്മത്ത് മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചൊരു നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഉറക്കെ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹ്. അലം യജിദ്ക യതീമൻ ഫആവാ. അനാഥത്വം പേറിയപ്പോ അങ്ങയെ അല്ലാഹു സനാഥനാക്കിയില്ല നബിയെ. ഇല്ലേ? ചിന്തിച്ചു നോക്കി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ ചെറുപ്പകാലം മുതൽ ഉമ്മയെ ശരിക്ക് കണ്ടിട്ടില്ല, ബാപ്പയെ തീരെ കണ്ടിട്ടില്ല. ഹബീബായ തങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ യതീം കുട്ടികളോട് വല്ലാത്ത മഹബത്തായിരുന്നു മുഹമ്മദ് മുസ്തഫക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അത്രമേൽ ചേർത്ത് പിടിച്ചവരൊക്കെ വേഗം പിരിഞ്ഞു പോയിട്ടുണ്ട്. സയ്യിദത്തുനാ ഖദീജ, അവരൊക്കെ പറഞ്ഞു സയ്യിദത്തുനാ ഖദീജ. ഖദീജ ബീവിയുടെയും മുത്തുനബി തങ്ങളുടെയും കല്യാണത്തിന്റെ ഒരു വേദിയുണ്ട്. എത്രത്തോളം റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാണ്. ഹബീബായ തങ്ങൾ ഇങ്ങനെ കല്യാണത്തിന്റെ അതിഥികളൊക്കെ നോക്കി ഇങ്ങനെ പുറത്തു നിൽപ്പുണ്ട്. ഖദീജ ബീവി ഇങ്ങനെ അകത്ത് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് തീർത്തും അപ്രസക്തയായ ഒരു സ്ത്രീ കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി വരുന്നു. ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറിപ്പറഞ്ഞ ഡ്രസ്സ് ഇട്ടേക്കണേ, വളരെ മോശം അവസ്ഥയിൽ, കാലിൽ നിന്നിങ്ങനെ രക്തം പൊടിയുന്നുണ്ട്, ചെരുപ്പില്ല, കല്ലിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ ചോര വരുന്നുണ്ട്. വീട്ടിലേക്ക് ഓടി വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വിളിച്ചു പോയി, യാ ഉമ്മാ. അപ്പോൾ കുറച്ചു നേരം കൂടെ 10 മിനിറ്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ചുരുക്കാം. ഇത് വിശാലമായൊരു ടോപ്പിക്കാണ്. ഖുർആനുമായി നമ്മൾ ഖുർആനിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഞാനല്പം വൈകിയതിൻ്റെ പേരിലും നമുക്കതിനുള്ള സമയം കുറവുള്ളതിൻ്റെ കാരണമൊക്കെ കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 10 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്യും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൻ്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ അഹ്ലുകാരെന്ന് പറയാൻ കാരണം ഞങ്ങളൊക്കെ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പേരുകൊണ്ട് എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഖുർആനിന്റെ അന്തസത്ത അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ അഹ്ലുകാരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറായി. ഹബീബായ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? കഥ പറഞ്ഞു നിർത്തിയത് എവിടെ? നമ്മൾ മറന്നു.
എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ബാങ്ക് വിളിക്കണേ ഉമ്മ അല്ലേ? ഹബീബായ ഞങ്ങള് ആ സ്ത്രീയെ കണ്ടപ്പോ പെട്ടെന്ന് വിളിക്കണേ യാ ഉമ്മ. അപ്പോ ഖുറൈശി പ്രമുഖരൊക്കെ നോക്കുന്നുണ്ട്. അൽ അമീന്റെ ഉമ്മ എപ്പോഴും മരണപ്പെട്ടു പോയതാ. ഇതിപ്പോ ഏതാ പുതിയൊരു ഉമ്മ? ഖദീജ ബീവിയെ വിളിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി ഓടി വരുന്നുണ്ട്. എന്താണ് അൽ അമീൻ? ഒരു സ്ത്രീയുടെ കൈ ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ട്. മുഹമ്മദ് മുസ്തഫ, ഇതാരാണ്? ഇതെന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മക്ക് ശേഷം എനിക്ക് പാല് തന്ന സയ്യിദത്തുന ഹലീമ റളിയല്ലാഹു അൻഹ എന്റെ പൊന്നുമ്മയാണ്. ഈ ഉമ്മ തന്ന പാലാണ് എന്റെ ശരീരത്തിൽ രക്തമായി ഒഴുകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉമ്മ? എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ? മോനെ, ഉമ്മ 2 മലകൾക്കപ്പുറമാണ് താമസിക്കുന്നത്. ഭർത്താവ് രോഗിയാണ്, മക്കൾക്ക് ജോലിയില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്, പട്ടിണിയാണ്. അപ്പോഴാണ് എന്റെ മോന്റെ വിവാഹം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ഉമ്മ അറിഞ്ഞത്. അല്പം ഭക്ഷണം കഴിക്കാനും ബാക്കിയുണ്ടെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഉമ്മ വന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് പറയാം, ഹബീബായ തങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു പോണത് പോലെ, ഖദീജ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്ക്. തന്റെ പ്രിയപ്പെട്ടവന്റെ ഉമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വേഗം കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു. തിരിച്ചിങ്ങനെ ഉമ്മ ഇറങ്ങി വരുമ്പോ മുത്തുനബി നോക്കുന്നുണ്ട്. വന്ന രൂപത്തിലല്ല, എന്റെ ഉമ്മയുടെ മുഖത്ത് എന്തോ ഒരു തിളക്കമുള്ളത് പോലെ. ഖദീജ ബീവി വിളിക്കുന്നുണ്ട്, ഖദീജ ഉമ്മക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ എന്ത് കൊടുക്കാനാ? അങ്ങ് തന്നെ കൊടുത്തോളൂ. അവിടുത്തെ തലയൽപ്പം ഒന്ന് താഴ്ന്നത് പോലെ. ഞാനൊരു ഫക്കീറല്ലേ ഖദീജ? എന്റെ കയ്യിൽ എന്തുണ്ടാവാനാ ഖദീജ? ആ വായങ്ങ് പൊത്തിപ്പിടിച്ചിട്ട് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അങ്ങ് ഇനി അത് പറയരുത്, അങ്ങ് ഫക്കീറല്ല. ഈ ഖദീജക്ക് എന്തെല്ലാം സ്വത്തുണ്ടോ, ഖദീജയുടെ പേരിൽ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം ഇനി അങ്ങേക്കാണ് സയ്യിദത്തുന ഖദീജ. ഇങ്ങനെ പറഞ്ഞ് മുത്തുനബിയെ ചേർത്ത് പിടിച്ചൊരു പെണ്ണാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. വിശാല ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അങ്ങനെയെല്ലാം മുത്തുനബിയെ ചേർത്ത് പിടിച്ചവര് വിട്ടുപോയപ്പോ, എല്ലാവരും മരണപ്പെട്ടപ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ സമക്ഷത്തിലേക്ക് വിളിച്ച്, അങ്ങയെ ചേർത്ത് പിടിച്ചില്ലേ നബിയെ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതാണ് ഖുർആൻ നൽകുന്ന ഒരു പാഠം. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല, നമ്മളോടും പറയണം. ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ ആര് നിങ്ങളെ കൈവിട്ടാലും ആ തവക്കുലിന്റെ മർത്തബയിലേക്ക് നിങ്ങൾ എത്തിയാൽ, ഖുർആനികമായ ബാന്ധവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അല്ലാഹു ചേർത്ത് പിടിക്കും. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മരുന്ന് കുറിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. മരുന്ന് വാങ്ങും, നമുക്കൊന്നും മനസ്സിലാവില്ല, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും, നമ്മളത് സൂക്ഷിച്ചു വെക്കൂല. എന്നാല് നമുക്കേറെ പ്രിയപ്പെട്ടവൾ തന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ തന്ന ഒരു എഴുത്താണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എത്രത്തോളം കെയർ ചെയ്യും, ഇടയ്ക്കിടെ വായിച്ചു നോക്കും, ഇടയ്ക്കിടെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. എന്നാൽ നമ്മുടെ സ്വന്തം ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബിന്റെ കലാമായ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടായിട്ട് എത്ര തവണ ഈ റമദാനിൽ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്, എത്ര തവണ ഊതിയിട്ടുണ്ട്. സൂക്ഷ്മതയുടെ ഖുർആൻ കൊണ്ടു നടക്കാൻ പോലും നമുക്ക് കഴിയുന്നുണ്ടോ? ആ ബാന്ധവം നമ്മളില്ലെങ്കിൽ ഇലാഹുമായുള്ള ബന്ധം മുറിഞ്ഞു പോകുമെന്ന് അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ പ്രയോഗങ്ങൾ അതിമനോഹരമാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഖുർആനിന്റെ പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ വിശാലമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ല. ഒരേ ഒരു കാര്യം മാത്രം ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സ്ത്രീ പുരുഷന് വസ്ത്രമാണ്, പുരുഷൻ സ്ത്രീക്കും വസ്ത്രമാണ്. ഈ വസ്ത്രത്തിന്റെ ഡ്യൂട്ടി എന്താണ്? വസ്ത്രത്തിന്റെ ഡ്യൂട്ടി നമ്മളെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കും. പിന്നെ പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ നമുക്ക് എന്ത് സഹായകമാണ്? വസ്ത്രം, അല്ലേ? അപ്പൊ ഈ വസ്ത്രത്തിന് നമുക്കിടയിൽ മറയൊന്നും ഉണ്ടാവില്ല. ഈ വസ്ത്രത്തിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാരെ നിങ്ങളോടാണ്. ഭർത്താക്കന്മാരുടെ കയ്യില് ഒരു 10 മിനിറ്റ് മൊബൈൽ കൊടുത്തിട്ട് പോകാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകളുണ്ട്? ഞങ്ങൾ സ്ത്രീകളൊക്കെ ഉണ്ടാവും ഉസ്താദേ, കെട്ടിയന്മാരോടൊന്ന് പറഞ്ഞു നോക്കുന്നതായിരിക്കും പലരും പറയുന്നത്, അല്ലേ? ഭർത്താക്കന്മാര് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ മൊബൈല് എല്ലാ പാസ്വേഡുകളും ഓപ്പൺ ചെയ്തിട്ട് 10-15 മിനിറ്റ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര പുരുഷന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ?
ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഓരോ ഭാഗവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആനുകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തി മനോഹരമായി ഖുർആൻ ഓതാൻ നമുക്ക് കഴിയും, ഖുർആനിനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ ഖുർആനികമായ ബാന്ധവം ഉണ്ടാക്കിയെടുക്കാൻ പടച്ചറബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട അലി അക്ബർ ഉസ്താദിനെ ഞാൻ വീണ്ടും വീണ്ടും ഓർക്കണം. അക്ബർ ഉസ്താദ് മാഷാ അല്ലാഹ് വളരെ അധികം ഹൃദ്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുത്തഅല്ലിമുകളെ, ഹാഫിദുകളെ വാർത്തെടുക്കുന്ന മനോഹരമായ ഹൃദ്യമായ ഒരു സേവനം. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ദർസിലെ എല്ലാ കുട്ടികളും ഹാഫിളുകളാണെന്നാണ്. ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവര് ദർസ് വിഷയങ്ങളിലേക്ക് വരുന്നത്. ഈ ഹിഫ്ളിന്റെ ഒരു കംപ്ലീഷന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഗ്രാസ്പിംഗ് പവർ വല്ലാതെ കൂടും. ആ കൂട്ടത്തിൽ IAS പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, CA പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. മാഷാ അല്ലാഹ് ലോകത്തിന് മാതൃകയാകണം. നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിലെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ. ഇന്ന് ദുന്യവിയാകട്ടെ ഏത് മേഖലയിലുമാകട്ടെ ഏറ്റവും ഔന്നത്യത്തോടെ നിൽക്കുന്നത് മുതഅല്ലിമുകളാണ്, അല്ലെങ്കിൽ ദീനീ വിഷയങ്ങൾ കൂടെ പഠിച്ചെടുത്തിയ പണ്ഡിതന്മാരാണ്. എന്റെ കൂടെ പഠിച്ച എന്റെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വേഷത്തിൽ, ബാക്കിയുള്ളവരൊക്കെ പണ്ഡിതന്മാരാണ്. പക്ഷെ പലരും ന്യൂയോർക്കിലും സിംഗപ്പൂരും ഒക്കെ ജോലി ചെയ്യാണ്, പണ്ഡിതന്മാരാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ മതം തെരഞ്ഞെടുക്കാതെ ഭൗതിക കലാലയങ്ങളിൽ മാത്രം പോയി പഠിച്ച കുട്ടികളോ എങ്ങും എത്തിപ്പെടാതെ, എല്ലാവരും അല്ലട്ടോ, ഭൂരിഭാഗവും എങ്ങും എത്തിപ്പെടാതെ നിൽക്കാൻ. ഇത് പറയുന്ന ഞാനും ഒരു കോളേജിൽ ലെക്ചറാണ്. എന്റെ കോളേജിൽ നടക്കുന്ന ഒരുപാട് അധാർമികമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് അധാർമികതകളുണ്ട്, പേക്കൂത്തുകളുണ്ട്. ഒരു വേള ഇതര മതസ്ഥരെക്കാൾ തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ മുസ്ലിം ഉമ്മത്താണ്. മാതാപിതാക്കളിൽ നിന്നൊക്കെ കുട്ടികൾ സേഫ് ആണെന്ന് തോന്നിക്കും, അവർ സേഫ് സോണിലാണെന്ന് നമുക്ക് തോന്നും. കുട്ടികൾ കോളേജിൽ വന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ, യാ അല്ലാഹ്, ഈ വേഷത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും നാട്ടിലെ കാണുമ്പോൾ പിള്ളേര് തലയിൽ തട്ടനൊക്കെ എടുത്തിടും. ഇല്ലല്ല, കോളേജിൽ സാറായതുകൊണ്ട് സാർ എല്ലാവർക്കും ഇങ്ങളാ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സാർ ഗുഡ് മോർണിംഗ്. ദീനിനോട് ബന്ധമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദീനീ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് അവസരങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെയെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു അൽ ഖലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് നാടുകളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോരോ മഹല്ലുകൾ തെരഞ്ഞെടുത്ത് അവിടെ ദീനി ഹയാത്തുള്ള മഹല്ലുകളാക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലം, അൽഹംദുലില്ലാ, ഞാൻ വന്നതിന് ശേഷമാണോ അല്ലേ, വളരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ലാ, ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണ്. പ്രത്യേകിച്ച് അക്ബർ ഉസ്താദും യാസിർ ഉസ്താദും, എടുത്തു പറയേണ്ട ആളാണ് യാസിർ ഉസ്താദ്. കൂടുതൽ കാണുന്നത് യാസിർ ഉസ്താദിനാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുപോലെ അവരാൽ പഠിച്ചിറങ്ങുന്ന മക്കൾ, ആ കുട്ടികൾ വളരെ നല്ല സ്വഭാവമുള്ളവരും എല്ലാവരോടും പെരുമാറാൻ കഴിയുന്ന, ആ മഹല്ലിലെ ഒരുവിധം ജനതയെ പള്ളിയിലേക്ക് അടുപ്പിക്കുന്ന മക്കളായി മാറി എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ധാരാളം കാഴ്ചവെക്കാൻ അൽ ഖലം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് പിരിയുകയാണ്. പിന്നെ നമ്മുടെ റസാ വ്ലോഗ്സ് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടോന്നറിയില്ല, പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വുളു എടുക്കാൻ അവർക്ക് ബാത്റൂം മറ്റ് സൗകര്യം